നിങ്ങൾ പ്രേതബാധയുള്ള കഥകളിൽ വിശ്വസിക്കുന്നുണ്ടോ? ഇല്ലെങ്കിൽ രാജസ്ഥാനിലെ അൽവാർ ജില്ലയിലുള്ള ഈ കോട്ട നിങ്ങളെ മാറ്റി ചിന്തിപ്പിക്കും. ഭാൻഗഡ് കോട്ട. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഔദ്യോഗികമായി തന്നെ ഒരു മുന്നറിയിപ്പ് ബോർഡ് ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. സൂര്യോദയത്തിനു മുൻപും സൂര്യാസ്തമയത്തിനു ശേഷവും ഈ കോട്ടയ്ക്കുള്ളിൽ പ്രവേശിക്കുന്നത് കർശനമായി നിരോധിച്ചിരിക്കുന്നു. എന്തുകൊണ്ടാണ് ഒരു സർക്കാർ സ്ഥാപനം ഇങ്ങനെയൊരു ബോർഡ് വെച്ചത്? രാത്രിയിൽ ഇവിടെ തങ്ങിയവർക്ക് പിന്നീട് എന്ത് സംഭവിച്ചു? ദ ക്രോണിക്കലർ മലയാളത്തിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ ഭാൻഗഡിന്റെ ഭീതിപ്പെടുത്തുന്ന ചരിത്രം നമുക്ക് പരിശോധിക്കാം. ഭാൻഗഡിന്റെ തകർച്ചയ്ക്ക് പിന്നിൽ രണ്ട് പ്രധാന കഥകളാണുള്ളത്. അതിലേറ്റവും പ്രശസ്തം രത്നാവതി രാജകുമാരിയെയും സിംഗിയ എന്ന മന്ത്രവാദിയെയും കുറിച്ചുള്ളതാണ്. രാജകുമാരിയെ സ്വന്തമാക്കാൻ മന്ത്രവാദി ആഭിചാര വിദ്യകൾ പ്രയോഗിച്ചുവെന്നും അത് പരാജയപ്പെട്ടപ്പോൾ മരിക്കുന്നതിന് മുൻപ് അദ്ദേഹം ആ നഗരത്തെ ശപിച്ചുവെന്നുമാണ് പറയപ്പെടുന്നത്. ഈ നഗരത്തിൽ ആരുമിനി സമാധാനത്തോടെ ജീവിക്കില്ല, എല്ലാവരും കൊല്ലപ്പെടും എന്നായിരുന്നു ആ ശാപം. മാസങ്ങൾക്കുള്ളിൽ നടന്ന യുദ്ധത്തിൽ ആ നഗരം മുഴുവൻ നശിച്ചു. ഇന്നും ആ നഗരത്തിലെ വീടുകൾക്ക് മേൽക്കൂരകളില്ല എന്നത് ഒരു അത്ഭുതമാണ്. രാത്രിയിൽ ഈ കോട്ടയ്ക്ക് സമീപം താമസിക്കുന്നവർ പലതരം ശബ്ദങ്ങൾ കേൾക്കാറുണ്ടെന്ന് പറയുന്നു. സ്ത്രീകളുടെ നിലവിളികൾ, പാദസരത്തിന്റെ ശബ്ദം, ആരോ പുകവലിക്കുന്ന മണം എന്നിങ്ങനെ പലതും. ഇവിടെ രാത്രിയിൽ ഒളിച്ചിരുന്ന ചില സഞ്ചാരികൾ പിന്നീട് തിരിച്ചു വന്നിട്ടില്ലെന്നും വന്നവർക്ക് മാനസിക നില തെറ്റിയതായും കഥകളുണ്ട്. ഇത് വെറും തോന്നലാണോ, അതോ അവിടെ ഇന്നും അലയുന്ന ആത്മാക്കളുണ്ടോ? യുക്തിവാദികളും ശാസ്ത്രജ്ഞരും ഇതിനെ മറ്റൊരു രീതിയിലാണ് കാണുന്നത്. വന്യമൃഗങ്ങളുടെ ശല്യവും വിജനമായ പ്രദേശമെന്നതും കൊണ്ടാകാം സർക്കാർ പ്രവേശനം നിരോധിച്ചതെന്ന് അവർ വാദിക്കുന്നു. എന്നാൽ കോട്ടയ്ക്കുള്ളിലെ വിചിത്രമായ കാന്തിക വ്യതിയാനങ്ങളും ആളുകൾക്ക് അനുഭവപ്പെടുന്ന ശ്വാസമുട്ടലും ശാസ്ത്രത്തിന് ഇന്നും പൂർണ്ണമായി വിശദീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. പ്രകൃതിയും അമാനുഷിക ശക്തികളും തമ്മിലുള്ള ഒരു നേർത്ത അതിർവരമ്പിലാണോ ഭാൻഗഡ് നിൽക്കുന്നത്? വിശ്വാസങ്ങൾ എന്തുതന്നെയായാലും ഭാൻഗഡ് കോട്ട ഇന്നും ഇന്ത്യയിലെ ഏറ്റവും വലിയ നിഗൂഢതയായി തുടരുന്നു. തകർന്നുപോയ ആ മതിലുകൾക്കുള്ളിൽ ഏതോ വലിയ രഹസ്യം ഉറങ്ങിക്കിടക്കുന്നുണ്ട്. നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ ഒരു വൈകുന്നേരം അവിടെ പോകാൻ തയ്യാറാണോ? നിങ്ങളുടെ അഭിപ്രായം താഴെ അറിയിക്കുക. ഇതുപോലുള്ള കൂടുതൽ മിസ്റ്ററി വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം.